കോട്ടയം പാലായിൽ കിണറിടിഞ്ഞു വീണ് തൊഴിലാളി മരിച്ചു. തമിഴ്നാട് കമ്പം സ്വദേശി രാമനാണ് മരിച്ചത്. ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് കിണറിന്റെ ആഴം കൂട്ടുന്ന ജോലിക്കിടെയാണ് അപകടമുണ്ടായത്. ഷിനോജ് എസ് കൂടുതൽ വിവരങ്ങൾ നൽകും. ഷിനോജ്, ഇത് എപ്പോഴാണ് ഈ ഒരു അപകടം ഉണ്ടായത്? ആരൊക്കെ ഈ അപകടത്തിൽപ്പെട്ടു? മരിച്ച ആളെക്കുറിച്ച് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? കുടിവെള്ള പദ്ധതിക്കുള്ള കിണറിന്റെ ആഴം കൂട്ടുന്ന ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളിക്കാണ് ഈ ദാരുണമായ അന്ത്യമുണ്ടായിരിക്കുന്നത്. കിണറിന്റെ ഭിത്തിയിൽ നിന്ന് അടർന്നു വീണ പാറയും മണ്ണിട്ടയും വീണാണ് ഈ രാമൻ, കമ്പം സ്വദേശിയാണ്, 48 വയസ്സാണ് പ്രായം, മരണപ്പെട്ടിരിക്കുന്നത്. കിണറിനുള്ളിലാകെ 4 തൊഴിലാളികളാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൽ 3 പേർ രക്ഷപ്പെട്ടു. ഇതിൽ രാമൻ രക്ഷപ്പെടുത്താൻ കൂടെ ഉണ്ടായിരുന്ന ഈ 3 പേരും ശ്രമിച്ചെങ്കിലും വിഫലമായതോടെ ഈ കയറിൽ തൂങ്ങി 3 പേരും രക്ഷപ്പെടുകയായിരുന്നു. കമ്പം സ്വദേശികളായിട്ടുള്ള സതീഷ്, സുരേഷ്, ബാലമുരുകൻ എന്നിവരാണ് ഈ രക്ഷപ്പെട്ട 3 പേരെന്ന് പറയുന്നത്. മാത്രമല്ല ഈ കിണറിന് മുകളിലും 3-4 പേർ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. പാലക്കാട് സിയോൺ ബേക്കറി ഭാഗത്ത്, അത് മീനച്ചിൽ പഞ്ചായത്തിലെ ഉൾപ്പെടുന്ന പ്രദേശമാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ഈ മരണപ്പെട്ട രാമൻ എന്ന് പറയുന്നത് കമ്പം രംഗനാഥപുരം നഗരസഭയിലെ കൗൺസിലറാണ് എന്നാണ് നമുക്കിപ്പോൾ പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം എന്ന് പറയുന്നത്. എന്തായാലും 5 മണിക്കൂർ ഒടുവിലാണ്, ഏകദേശം ഒരു 7 മണി അടിക്കുന്ന സമയത്താണ് ഈ മരണപ്പെട്ട രാമന്റെ മൃതദേഹം പുറത്തെടുക്കാൻ കഴിഞ്ഞത്. നിലവിൽ ഈ മൃതദേഹം ഇപ്പോൾ പാല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശരി ഷിനോജ്, കോട്ടയം പാലായിലാണ് കിണറിടിഞ്ഞു വീണ തൊഴിലാളി മരിച്ചത്. തമിഴ്നാട് കമ്പം സ്വദേശി രാമനാണ് ദാരുണമായ മരണം സംഭവിച്ചത്.